അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് ആരെങ്കിലും കിട്ടിയാണെന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ പക്ഷെ വിളിക്കില്ല, വിളിച്ച് നമ്മളെ സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി അറക്കൽ. അറിയാത്തവരാരും ഉണ്ടാവില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവർ പറയുന്നത് ഈ മെൻസസ് പീരീഡുമൊക്കെ ബന്ധപ്പെട്ട ഓവുലേഷൻ ടൈം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് ഈ സെക്ഷൽ ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ട്, ചിലർക്ക് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്, അങ്ങനെ പല വിധത്തിലൊക്കെ. പക്ഷേ ചില സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് തോന്നുമെന്നാണ് ഇവർ പറയുന്നത്. ഈ സമയത്ത് അവർ പറയുന്നത് ഒരുപക്ഷെ അൺമാരീഡ് ആണെങ്കിൽ, വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിളിച്ച് കയറ്റിയാലോ എന്നൊക്കെ തോന്നുമെന്നാണ് പറയുന്നത്. ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന രീതിയിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുകയും ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയും ഫെമിനിസ്റ്റാണ് താൻ എന്ന് പറയുകയും ഫെമിനിസ്റ്റായി കഴിഞ്ഞാൽ എല്ലാം വളരെ ഓപ്പണായിട്ട് പറയേണ്ട ഒന്നാണെന്നൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഒരു കാരണവശാലും ഇവരെ കുറ്റം പറയാനോ ഇവരെ കളിപ്പിക്കാനോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. അതൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചു പോവാം. വളരെ കൃത്യമായിട്ടും ഒപ്പം തന്നെ ഇവർ പറയുന്ന ഈ ഒരു വാദഗതിയോട് എത്ര പേര് നിൽക്കുന്നു എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ത്രീകളുടെ ഈ ഓവുലേഷൻ ടൈമിലുള്ള അവരുടെ സെക്ഷൽ ഫീലിങ്സിനെ ജനറലൈസ് ചെയ്യുകയാണോ എന്നുള്ളതാണ് പച്ച മലയാളത്തിലെ ആദ്യത്തെ ചോദ്യം. ഇവർ പറയുന്നത് ആരെങ്കിലും കണ്ട് വിളിച്ച് കയറ്റാൻ തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലൊക്കെ സെക്സിൽ അങ്ങോട്ട് ഏർപ്പെടാൻ തോന്നുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു പരിപാടിയാണോ ആ ഒരു സംഗതി എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവർ പറയുന്നത് ആരായാലും മതി, അങ്ങനെ ആരെയായാലും മതി എന്ന അവസ്ഥയിലാണോ ഇവർ നിൽക്കുന്നത് എന്ന രീതിയിൽ. ഇതിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകളൊക്കെ ഇവരുടെ ഭീകരമായ രീതിയിലാണ്. ഓവുലേഷൻ സ്ത്രീയുടെ ശരീര സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്, അത് തോന്നിവാസം കാണിക്കാനുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല. ആരെ കിട്ടിയാലും സെക്സ് ചെയ്യാൻ തോന്നുമെന്നത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. സ്ത്രീകളുടെ ആത്മനിയന്ത്രണത്തെയും വ്യക്തിത്വത്തെയും വില കുറച്ച് കാണിക്കുന്നത് അറിവില്ലായ്മയും വിവരക്കേടുമാണ്. അസംബന്ധം പറയുന്നത് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് ആംഗ്രി ഗേൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഇതില് ഒരുപാട് പെൺകുട്ടികളെ കമന്റ് അടിച്ചിട്ട് അവൾ പറയുന്നത് അവളുടെയും അവളുടെ അമ്മയുടെയും കാര്യമാണ്. വേറെ ആള് ആരെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ഇവളും ഇവളെപ്പോലെ ഉള്ളവരുമായിരിക്കും. നിനക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി എന്നായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല, ഏതിലും മുരിക്കിൽ കയറാൻ നോക്കൂ. ആരാധകരെ ശാന്തരാവുൻ. ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ കാര്യവും ചേച്ചിയുടെ വീട്ടിലുള്ളവരുടെയും കാര്യമാണ്. എന്റെ കൊച്ചയെ, ഓവുലേഷൻ സമയത്തും നടുവേദനയും വറുവേദനയും ഉള്ള ഒരാളാണ് ഞാൻ. ചിലർക്ക് അങ്ങനെ വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനിടയ്ക്ക് എന്തോന്ന് സെക്സ്. ഇതിനിടയിൽ എനിക്ക് തോന്നിയ രസകരമായ കാര്യം, കമന്റ് അടിച്ചവരിൽ ഒരു 90% സ്ത്രീകളാണ്. ആശ മാർലി പറയുന്നത്, ആസ് എ വുമൺ ഐ ഫൈൻഡ് ദി സ്റ്റേറ്റ്മെന്റ് ഒഫൻസീവ്. Attraction, constant emotions and personal values don't disappear during ovulation. This is an overgeneralization. Ovulation can increase sexual desire for some women, but doesn't mean every woman wants sex with any man. Women's experiences vary എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ എല്ലാവരുടെ എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. ചിലർക്ക് അതിഭീകരമായ വേദനകൾ, നടുവേദനകൾ, കാലുവേദന, തൊടവേദനകൾ, ഇതൊക്കെ ഉണ്ടാവുന്ന ആളുകളായിരിക്കും ഈ ഓവുലേഷൻ സംബന്ധിച്ച് ചില ആളുകൾ. എന്നാൽ ചില സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും ഈ ഒരു പെൺകുട്ടി പറയുന്നത് പോലെ ആ സമയത്ത് സെക്സ് തോന്നിയിട്ട് ആരെങ്കിലും വഴിക്കൽ പഠിച്ച് ഒന്നുണ്ട് പേര് എനിക്കിപ്പോൾ സെക്സ് തോന്നുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളി എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്നിവർ ഗംഭീരമായിട്ട് ജനറലൈസ് ചെയ്യുകയാണ്. ഒരു തമാശ രീതിയിൽ അത് ജനറലൈസ് ചെയ്യുന്നു. ഇത്തരം ജനറലൈസേഷൻസ് എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാം ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് അതിഭീകരമായ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടി താല്പര്യമുള്ളവരാണെന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. എല്ലാ സ്ത്രീകളും ഇതേപോലെ ഉള്ള ആളുകളാണെന്ന് ഇവിടെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം അന്തം വിട്ട് കുത്തിരിക്കുന്ന കൊറോണത്തിന് വെറുതെ തോന്നിപ്പോകും. ഇതിന്റെ ഭാഗമായിട്ട് ഇവർ അപ്രോച്ച് ചെയ്യാനും മറ്റും പോകുമ്പോൾ ഉണ്ടാകുന്ന അടിപിടി, അത്തരം പ്രശ്നങ്ങളൊക്കെ വേറെ.
ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറലൈസേഷനാണ്. ഇതിന് ഓവർ ജനറലൈസേഷൻ എന്ന് പറയാം. ഒരു പക്ഷേ നമ്മുടെ മാത്രമുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത് എല്ലാവർക്കും ഉണ്ട് എന്ന് ഇവരെന്തിനാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? ശരിയാണ്, ഇവരൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാ സ്ത്രീകൾക്കും വേണ്ടത്, തങ്ങളുടെ ഒരു ചിന്താഗതിയാണ് എല്ലാ ആളുകൾക്കും വേണ്ടത് എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേൾക്ക്. ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഫേമസ് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് കണ്ടില്ലേ അവള് കൃത്യമായിട്ട് പറയുന്നത്, ഇത്തരം കുത്സിത പരിപാടികളൊക്കെ ഇവൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ഫേമസ് ആയതുകൊണ്ടാണ്. ഫേമസ് അല്ല എങ്കിൽ വിളിച്ചേനെ എന്നാ പറയുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരു 100% സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ചോദ്യമാണ്. ഫേമസ് അല്ലാത്ത ആളുകളാണ് കേരളത്തിൽ ഒരു 99.9% സ്ത്രീകളും. 1% സ്ത്രീകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഗംഭീര ഫേമസ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ഇവളെപ്പോലെ. അപ്പോൾ അതല്ലാത്ത സ്ത്രീകളെല്ലാവരും ഇതേപോലെ ചിന്താഗതിയുള്ളവരാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് അടിക്കാം, ഇല്ലെങ്കിൽ അത് കമൻ്റ് അടിക്കൊന്നും വേണ്ട. അതേ അഭിപ്രായം തന്നെയുള്ള ആളുകളുണ്ടായിരിക്കാം, അഭിപ്രായം ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കാം. ആരൊക്കെയാണ് ഇവളുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തൊരു ഗംഭീര വർത്തമാനം അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അതിങ്ങനെയാണ്, ചില ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ, ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെ, അപ്പൊ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. ഇവള് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ അതില്ല എന്നല്ല, കേരളത്തിലുണ്ട്, ഒരു സംശയമില്ലാതെ ഉണ്ട്. പക്ഷേ ഇവള് പറയുന്നൊരു കാര്യം, ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊണ്ടുവന്ന് കൊടുക്കും, അവരുടെ താല്പര്യങ്ങളൊക്കെ. എനിക്ക് മനസ്സിലാവാത്തത് ഈ പെൺകുട്ടിക്ക് ഇത്തരം സംഗതികളല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളതാണ്. അതെ, ഫെമിനിസം കൊണ്ട് ഇവർക്ക് ആകെ സംസാരിക്കാനുള്ളത് സെക്സ് മാത്രമാണ്. ഇവരുടെ ഈ ഒരു ടോക്കൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ്. ഫെമിനിസം കൊണ്ട് ഇവരാകെ വിചാരിക്കുന്നത് ഓപ്പണായിട്ട് സെക്സ് സംസാരിക്കുക, അതാണോ ഫെമിനിസം? സ്ത്രീകളെ ബാധിക്കുന്ന ലോകത്തെ ഏക പ്രശ്നം സെക്സ് മാത്രമാണോ? അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളുടെയും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? സ്ത്രീകൾക്ക് ഇവിടെ നിയമപരമായി കിട്ടേണ്ട തുല്യതയെക്കുറിച്ചിട്ട്, ഇവിടെ സാമൂഹ്യപരമായിട്ട് കിട്ടേണ്ട തുല്യതയെക്കുറിച്ചിട്ട്, വിദ്യാഭ്യാസപരമായി കിട്ടേണ്ട തുല്യതയെക്കുറിച്ചിട്ട്, തൊഴിൽപരമായി കിട്ടേണ്ട തുല്യതയെക്കുറിച്ചിട്ട്, ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചിട്ട്, സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ സെഗ്രിഗേഷൻ ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചിട്ടൊന്നും ഇവർ സംസാരിക്കുന്നതേ നമ്മൾ കേൾക്കുന്നില്ല. ഇവരുടെ വീഡിയോസുകൾ മുഴുവൻ ഇതാണ്, സെക്സ് 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 സെക്സ്. അതിനപ്പുറത്തേക്കൊന്നും ഇവർ ഏറെ എന്തെങ്കിലുമൊക്കെ കാര്യം സംസാരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആള് ചോദിക്കുന്ന ചോദ്യം കൊണ്ടായിരിക്കാം. എങ്കിലും അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് വിട്ടിട്ട് സ്ത്രീകളെ ബാധിക്കുന്ന വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. സാമൂഹ്യപരമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ ആക്കപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കാം, അവരുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. എന്നതിനെ കഴിഞ്ഞ് ഇവരാകെ ഇവരുടെ പല വിഷയങ്ങളും സംസാരിക്കുന്ന കേട്ടിട്ടുള്ളത് ഇത് മാത്രമാണ്, സ്ത്രീകളുടെ സെക്സ്. ഇതൊരു ഓവർ എക്സാജറേഷൻ ആണോ അതോ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചോദ്യം കേട്ടോ. നമ്മൾ ഈ മേഖലയിലൂടെ അത് അത്ര പോയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വയ്ക്കണം. ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കാം, ഒരു കുഴപ്പമില്ല, ഞാൻ ഇവരെ എതിർക്കുന്നൊന്നുമില്ല, അവരുടെ ചിന്താഗതിയും അതൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെന്നേ എന്ന് വെച്ച് ലോകത്തെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് ഇവരങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവരാരടവേ? ബബ.